ഇന്ന് നമ്മൾ ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഡിഷിൻ്റെ പേര് മാമ്പഴപ്പൂട്ട്. അതിന് വേണ്ടി ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മൂവാണ്ടൻ മാങ്ങ. ഇത് നിങ്ങളുടെ വീട്ടിൽ ഏത് തരം മാങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എനിക്കിപ്പം കിട്ടിയത് നല്ല മൂവാണ്ടൻ മാങ്ങയാണ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ ഇതിനകത്ത് ഒരു നുള്ള് ഉപ്പ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി മാങ്ങ നമുക്ക് നല്ലപോലെ മിക്സി ജാറിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിനകത്ത് ഞാൻ അരയ്ക്കുന്ന 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്താണ് അരയ്ക്കാൻ പോകുന്നത്. പഞ്ചസാര വേണമെങ്കിൽ മാമ്പഴത്തിന് മധുരം മാത്രം മതിയവർക്ക് പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ്. ഞാൻ മാമ്പഴം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഇതിന് അരിപ്പൊടിക്കകത്തിട്ട് മിക്സ് ചെയ്യാം. ആദ്യം കുറേശ്ശെ നമുക്കിടാം, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ നമുക്ക് പുട്ടുണ്ടാക്കാൻ പുട്ട് കട്ട കെട്ടിപ്പോകും. നമുക്ക് നല്ല നൈസ് പുട്ടായിട്ട് കിട്ടില്ല. ഞാനിത് പാകത്തിന് മാമ്പഴം ഇട്ട് ഇളക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് പതുക്കെ ക്രഷ് ചെയ്തെടുത്താൽ നല്ല മയമുള്ള പൊട്ടായിട്ട് കിട്ടും. ഞാനിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് ഞാൻ പുട്ടിൻ്റെ പൊടി അത് മിക്സിക്കകത്തിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഒന്ന് ക്രഷ് ബട്ടനെ നമുക്ക് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനിത് പുട്ടുകുറ്റിക്കകത്ത് ആദ്യം ഇതാ തേങ്ങ ഇട്ടിട്ടുണ്ട്. ആ തേങ്ങയുടെ മണ്ടയിലോട്ട് നമുക്കിട്ട് ഇനി പുട്ട് പുഴുങ്ങി എടുക്കാം. പുട്ട് കോരിയിട്ട് ചട്ടപ്പുട്ടായതുകൊണ്ട് ഇടയ്ക്ക് തേങ്ങ ഇടണമെന്നില്ല. മുകളിൽ ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുത്താൽ മതിയാന്നാണ്. ഇച്ചിരി തേങ്ങകൾ മുകളിൽ തേങ്ങയും കൂടെ നമുക്കിട്ട് കൊടുക്കാം. ചട്ടടച്ച് ഞാൻ കുക്കറിൽ ആവി കയറാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നല്ലപോലെ ആവി വന്നു തുടങ്ങി. നമുക്കത് വേകാനായിട്ട് വെച്ച് കൊടുക്കാം.